നമസ്കാരം, ഞാൻ മേഘ മാത്യു. ന്യൂജേഴ്സി ന്യൂസിലെ വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ന്യൂസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. As you all know, this is the peak season for our Malayali community to travel to India. But we are seeing a huge decline in the travel industry, especially in the tri-state area. Where are these Malayalis going? ആരും തന്നെ ഒരു മലയാളിയും നാട്ടിലേക്ക് ഈ സമയത്ത് യാത്ര ചെയ്യുന്നില്ല. എന്തായിരിക്കും അതിന്റെ റീസൺ? Let's talk to our own correspondent and the owner of Odilengya Travels, Mr. Tommy Odilengya Cheta. Odilengya Cheta, കേൾക്കുന്നുണ്ടോ? എന്താണ് അത് സംഭവിക്കുന്നത്? കേൾക്കുന്നുണ്ട്. ശരിയാണ്, മേഘ പറഞ്ഞത് വളരെ കൃത്യമാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് ഒരു മലയാളി നാട്ടിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? എന്തുകൊണ്ടാണ് മലയാളികളൊക്കെ എവിടെ പോകുന്നു? ഇത് അന്വേഷിച്ച് ഞങ്ങൾ ചെന്നെത്തിയത് കാഞ്ചിന്റെ പ്രസിഡന്റ് മിസ്റ്റർ ബൈജു ഹരീഷിന്റെ വീട്ടിലാണ്. മിസ്റ്റർ ബൈജു ഹരീഷ് നമ്മോട് ചേരുകയാണ്. മിസ്റ്റർ ബൈജു, എന്തുകൊണ്ടാണ് ഈ ആളുകളൊന്നും യാത്ര ചെയ്യാതെ? എന്താണ് കാഞ്ചിന്റെ ഇത്ര പ്രത്യേകത? ഇതിന്റെ പ്രത്യേകതയിലുള്ള സെപ്റ്റംബർ 28 കേരള അസോസിയേഷൻ ന്യൂജേഴ്സിയുടെ കാഞ്ച് മെഗാ ഓണം 2024. മേഘ കേട്ടല്ലോ, കാഞ്ചിന്റെ ഓണമാണ് സെപ്റ്റംബർ 28. അതുകൊണ്ടാണ് ഈ മലയാളികൾ എല്ലാവരും വന്നു ചേരുന്ന ഒരു സ്ഥലം. എന്താണ് ബൈജു പറയൂ, എന്താണ് കാഞ്ച് മലയാളികൾക്കായി ഈ വർഷം നൽകുന്നത്? കേരള അസോസിയേഷൻ ന്യൂജേഴ്സിയുടെ ഈ വർഷത്തെ ഓണം ഞങ്ങള് 1800ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന ഓളാണ്. ഒരു മാസം മുമ്പ് ടിക്കറ്റ് സോൾഡ് ഔട്ട് ആണ്. നമ്മള് ഒരു 3500-4000 പേര് വെച്ച് ഒരു പ്രോഗ്രാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രയും നമ്മൾക്ക് എൻക്വയറീസ് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് പറ്റിയ ഒരു ഓഡിറ്റോറിയവും അതിന് പറ്റിയ ഒരു കാഫറ്റേറിയ, ഊണ് വിളമ്പാണ് ഒരു കാഫറ്റേറിയ ന്യൂജേഴ്സിയിലില്ല. കേക്കോ, ഇവിടെ ഫെസിലിറ്റീസിന്റെ ഒരു പര്യാപ്തത മാത്രമാണ് കാഞ്ചിന്റെ പ്രോഗ്രാമത്തിനുള്ളൂ. അത്രയേറെ മലയാളികൾ നെഞ്ചിലേക്ക് കയറ്റിയാണ് കാഞ്ച് പൊന്നോണം. 3000-4000 ആളുകൾ ഇവിടെ തയ്യാറാണ്. പക്ഷെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് ക്ലോസ് ഔട്ട് ചെയ്യാണ്. പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ വർഷത്തെ? കാഞ്ചിന്റെ ഓണം പ്രവാസി മലയാളികളുടെ ഇടയിലുള്ള ഏറ്റവും ഗംഭീരമായിട്ട് കൊണ്ടാടുന്ന ഓണം, ഏറ്റവും വലിയ ഓണം. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ ഏറ്റവും വലിയ ഓണം, പ്രവാസി മലയാളികൾക്കിടയിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഇത്രയും ആഘോഷമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു സംഘടന ലോകത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ചെണ്ടമേളം, മെഗാ തിരുവാതിര, 100ഓളം പേരിന് മേളിൽ പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാതിര, ഒപ്പനയുണ്ട്, മാർഗം കളിയുണ്ട്. പിന്നെ ഇവിടെ ന്യൂജേഴ്സിയിലെ നല്ല ടാലന്റഡ് ആർട്ടിസ്റ്റുകളുടെ കുറച്ച് പ്രോഗ്രാമുകൾ. ഇതിന്റെ എല്ലാ മേളിലേക്ക് സിതാര കൃഷ്ണകുമാർ സിതാര വരുന്നുണ്ട്. എന്ത് വേണം മലയാളികൾക്ക് ഇനി എന്ത് വേണം? സിതാര കൃഷ്ണകുമാറിന്റെ സ്റ്റേജ് ഷോ വരെ ഇവിടെ ബൈജു ഏർപ്പാടാക്കിയിട്ടുണ്ട് മലയാളികൾക്ക് വേണ്ടി. സിതാര കൃഷ്ണകുമാറിന്റെ ഷോ അതായിരിക്കും ഇതിന്റെ ഹൈലൈറ്റ്. എൻഡ് ഓഫ് ദി ഡേ ആ പ്രോഗ്രാമിനോട് കൂടിയായിരിക്കും ഇത് സമാപിക്കുക. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ട്രസ്റ്റി ബോർഡ്, ഇതിനെല്ലാം നൽകി. ഇതിന് ഞങ്ങളെക്കാട്ടി കൂടുതൽ ഇതിന് കഷ്ടപ്പെടുന്നത് ഞങ്ങളെ കാഞ്ച് ഫാമിലി, ഞങ്ങളെ വോളണ്ടിയേഴ്സ്, ഞങ്ങളെ ഫോക്കസ് ഗ്രൂപ്പും നമ്മളെ ഓണത്തിന്റെ കമ്മിറ്റി മെമ്പേഴ്സും കൂടെ ആണ്. ഇവര് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണ്ടിട്ട് സാധാരണ ബാക്കി ഓണം ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഗ്രാമിന്റെ കൺട്രോള് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഈ കാഞ്ചിന്റെ ഓണം കമ്മിറ്റിന് സെപ്പറേറ്റ് എടുക്കണം. വളരെ ഗംഭീരമായിട്ട് ഇതിന്റെ പ്രോഗ്രാമുകളായിട്ടാണ്. ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇലയിലാണ്. ഈ 1800 പേരും ഒറിജിനൽ വാഴയില, പേപ്പറിലെ ഒറിജിനൽ വാഴയിലയിൽ ഉണ്ണുന്ന ഓണമായിരിക്കണം. നമുക്ക് അടിച്ചു പൊളിക്കണം. ന്യൂജേഴ്സി മലയാളികളുടെ ഉത്സവം കാഞ്ചിന്റെ ഓണം സെപ്റ്റംബർ 28 ഫ്രാങ്ക്ലിൻ പാർക്ക് ഹൈസ്കൂൾ. കേട്ടല്ലോ മേഘ, ഇപ്പൊ കാഞ്ചിന്റെ ഒരു ഓണം ഉണ്ട മാതിരിയാണ് ഇപ്പോൾ ഫീലിംഗ്. നമുക്ക് എല്ലാവർക്കും അപ്പൊ സെപ്റ്റംബർ 28 കാണാം. ശരിയാണ്. താങ്ക് യു ബൈജു, താങ്ക് യു.